ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വ്ളോഗ് ഞാനിന്ന് ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് എറണാകുളത്ത് പോവാണ്. അപ്പോൾ നമ്മുടെ ഷെഫ് പിള്ളയുടെ കൂടെ ഷെഫ് പിള്ളയുടെ ഒരു പുതിയ ഷോ ഉണ്ട്. അതിനെന്നെ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. സോ ഞാൻ അതിൻ്റെ ഷൂട്ടിന് വേണ്ടി പോവാം. ഇന്ന് എനിക്കിപ്പോൾ ട്രെയിനിലാണ് പോകുന്നത്. ട്രെയിൻ 5:55 ജനശതാബ്ദിയിലാണ് പോകുന്നത്, ഞാനും എൻ്റെ അമ്മമ്മയും കൂടെ. അപ്പോൾ നമുക്ക് എറണാകുളം പോവാം. ലെറ്റ്സ് ഗോ. ഇതാണ് എൻ്റെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ആൻഡ് ഇത് ഫ്രം ചെറി ക്ലോത്തിങ് എറണാകുളം. എനിക്ക് അവിടുത്തെ കളക്ഷൻസൊക്കെ വൻ പൊളിയാണ്. സോ എറണാകുളത്തുള്ളവർ ചെറി ക്ലോത്തിങ്ങിൽ മസ്തായിട്ടും പോയി വിസിറ്റ് ചെയ്യണം. സി അങ്ങനെ ഞങ്ങൾ ഊബർ ഓട്ടോ ബുക്ക് ചെയ്തു. എങ്ങോട്ട് പോകാൻ ഉറക്കപ്പിച്ചിലിരിക്കുക, ട്രെയിനിൽ പോകാനായിട്ട്. അമ്മാമേ അങ്ങോട്ട് നോക്കോ. അപ്പോൾ നമുക്ക് പോവാം അല്ലേ എറണാകുളം? പോവാം. അങ്ങനെ ഊബർ ഓട്ടോ വന്നു. ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് വണ്ടി വിട്ടു. ഞാൻ ട്രെയിനിനകത്ത് കയറി. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കില്ലായിരുന്നു, പക്ഷെ അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് എത്തി. ഇപ്പോൾ ഞങ്ങളെ വിളിക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുകയാണ്. അമ്മാമ്മ പൂരി മസാലയാണ് ഓർഡർ ചെയ്തത്. അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫുഡ് വന്നു, മസാല ദോശയാണ്. അങ്ങനെ ഞങ്ങളെ ഫ്ലവേഴ്സ് ടി വിയിൽ നിന്ന് വിളിക്കാൻ ആൾ വന്നു. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലവേഴ്സ് ടി വിയുടെ സ്റ്റുഡിയോ ഒരു കാട്ടിൻ്റെ അകത്തൊരു മലമുകളിലാണ്. അപ്പം കുറച്ചധികം ദൂരം നമ്മുടെ സിറ്റി വൈറ്റില അവിടെ നിന്നൊക്കെ കുറച്ചധികം 1 മണിക്കൂർ ട്രാവലുണ്ട് സ്റ്റുഡിയോൻ്റെ അകത്തേക്ക്. ഫ്ലവേഴ്സ് ഇൻസൈറ്റ് മീഡിയ സിറ്റി എൻട്രൻസ് എത്തി. ആ കാണുന്നതാണ് ഫ്ലവേഴ്സിൻ്റെ സ്റ്റുഡിയോ. ഇവിടെ തന്നെയാണ് സ്റ്റാർ മാജിക്കും ടോപ്പ് സിംഗറും എല്ലാം നടക്കുന്നത് ഇവിടുത്തെ ഫ്ലോറിലാണ്. ഈ ഷട്ടർ ഇട്ടിരിക്കുന്ന ഇത് കണ്ടോ, ഈ ബിൽഡിങ്ങിലാണ് സ്റ്റാർ മാജിക്കൊക്കെ നടക്കുന്നതും ടോപ്പ് സിംഗറും സ്റ്റാർ മാജിക്കൊക്കെ ഈ വലിയ ഹാള്. ഇത് ഒരു വലിയ ഫ്ലോറാണ്. ഞാൻ സ്റ്റാർ മാജിക്കിൻ്റെ ഷൂട്ടിന് ഇവിടെയാണ് വരാറുള്ളത്. അപ്പോൾ അവിടെ തന്നെയാണ് ഞങ്ങൾക്ക് ഷൂട്ട് നടക്കുന്നത്. ഞാൻ മേക്കപ്പ് റൂമിലെത്തി. ഇന്ന് ഏത് പാട്ടാ പാടുന്നത്? അയ്യോടാ. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്യാനിരുന്നു. വിഷ്ണു ചേട്ടനാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തന്നത്. ഞാൻ മസ്കാര ഇടുവാണ്. ഇനി ഞാൻ ഹെയർ ചെയ്യാനിരിക്കാൻ പോവാണ്. ഞാൻ ചേച്ചിയുടെ അടുത്ത് എൻ്റെ മുടി ഫുൾ കേൾ ചെയ്ത് തരാൻ പറഞ്ഞു. ചേച്ചിക്കൊരു പണി കൊടുത്തു. അങ്ങനെ ഞാൻ ഹെയറൊക്കെ ചെയ്തു, റെഡിയായി. ഞാൻ ഷെഫ് പിള്ളയുടെ ഫുഡ് കഴിക്കാനായിട്ട് ഫുൾ വെയിറ്റിംഗ് ആണ്. സോ എക്സൈറ്റഡ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആൻഡ് ഈ ഔട്ട്ഫിറ്റ് ഇസ് ഫ്രം ആംബിയൻസ് പട്ടം. എൻ്റെ സ്ഥിരമായിട്ട് ഞാൻ എല്ലാം അവിടെ നിന്നാണ്. ഇതൊരു ഷ്രഗ് വിത്ത് ഡ്രസ്സ് പോലെയാണ്. സോ എനിക്ക് എൻ്റെ മേക്കപ്പ്, ഹെയർ എല്ലാം നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാം ഇവിടെ ഫ്ലവേഴ്സിലെ ചേട്ടന്മാർ തന്നെയാണ് ചെയ്തു തരുന്നത്. എൻ്റെ അമ്മമ്മ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഞാനും പോയി ഫുഡ് കഴിച്ചിട്ട് വേണം. എൻ്റെ എപ്പിസോഡിൽ കരിമീനിൻ്റെ എന്തോ ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എല്ലാം ഇത് കഴിച്ച് മരിക്കും. ഇതാണ് ഞങ്ങളുടെ സ്വന്തം മേക്കപ്പ് ആർട്ടിസ്റ്റ് വിഷ്ണു. സുഖമല്ലേ വിഷ്ണു? വിഷ്ണു മേക്കപ്പ് ചെയ്യില്ല, അങ്ങ് മാറി നിന്നോ. ഇതാണ് സെറ്റ് മാസ്റ്റർ ഷെഫ് പിള്ള. ഇവിടെയാണ് ഞങ്ങളുടെ ഷൂട്ടൊക്കെ നടക്കുന്നത്. അവിടെ ഒരു വീഡിയോഗ്രാഫറുണ്ട്. ഷെഫ് പിള്ള സാർ ഇവിടെ ഇരിപ്പുണ്ട്. ഇനി എന്നെ ഒന്ന് കാണിക്കാമോ തിരിച്ചിട്ട്? ഞാനിവിടെ നിൽക്കുന്നുണ്ട്. അവിടെ നിൽക്കാമോ? ഇന്ന് ഉണ്ടാക്കാൻ
അങ്ങനെ ഷെഫായിട്ട് എന്താ പറയുക എനിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നു. ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് പേഴ്സൺ സാറ്. അടുത്ത ഗസ്റ്റ് തെസ്നി ചേച്ചിയായിരുന്നു. ചേച്ചി അവിടെ റെഡി ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി പറഞ്ഞു നമുക്കൊരു ഡാൻസ് റീൽ എടുത്താലോ. അങ്ങനെ ഞങ്ങൾ കുറിച്ചിനി മടുത്തപ്പെട്ടി ആ ഡാൻസാണ് എടുത്തത്. അങ്ങനെ എൻ്റെ ഷൂട്ടെല്ലാം കഴിഞ്ഞു. അടിപൊളിയായിരുന്നു. ഷെഫ് പിള്ളയുടെ അടിപൊളി ഫുഡൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്തു. കരിമീൻ ആഹാ സൂപ്പർ, രക്ഷയില്ല. അപ്പോൾ ഞാൻ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. ഞാനുണ്ട്, അമ്മൂമ്മയുണ്ട്, ദേ ഇവിടെ ചേട്ടനുണ്ട്. അപ്പോൾ 5:25 ട്രെയിൻ. ഇനി നമ്മൾ വേഗം അവിടെ എത്തുന്നു. ദെൻ ടു ട്രിവാൻഡ്രം. സ്റ്റുഡിയോന്ന് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങി. അതുകൊണ്ട് ട്രെയിൻ മിസ്സാവുമെന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ അമ്മമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അമ്മമ്മേനെ ഇട്ട് ഓടിക്കാൻ വയ്യാത്തതുകൊണ്ടും ചേട്ടൻ കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിച്ചു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാനും അമ്മാമ്മയും ഉണ്ട്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്, ജൻശതാബ്ദി. അപ്പോൾ രാത്രി ഞാൻ 9 മണിക്ക് തിരിച്ച് വീട്ടിലെത്തും. ട്രെയിൻ എടുത്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മാമ്മ നല്ല ഉറക്കമായി. പാവം വെളുപ്പിന് എണീറ്റതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മേക്കപ്പ് റിമൂവ് ചെയ്യാതെ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ വെച്ച് ട്രെയിനിൻ്റെ അകത്തുനിന്ന് നമ്മുടെ പ്ലമ്മിൻ്റെ ക്ലെൻസിങ് ബാം ഉപയോഗിച്ചാണ് ഞാൻ ഫുൾ ഉരച്ച് കഴുകുകയാണ്. മേക്കപ്പ് നല്ലോണം ഉണ്ടായിരുന്നല്ലോ. സോ നല്ലോണം ഉരച്ച് നല്ല വൃത്തിക്ക് എനിക്ക് മേക്കപ്പ് ഫുൾ കളയണം. കാരണം മേക്കപ്പ് കുറച്ച് അലർജിക് സ്കിന്നാണ്. അതുകൊണ്ട് ഫുൾ ഫേസ് വൃത്തിയാക്കുവാണ് ഞാൻ. ഫേസൊക്കെ വാഷ് ചെയ്ത് എന്തൊരാശ്വാസം. നല്ല തണുത്ത കാറ്റും കൊണ്ട് അടിക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. പിന്നെ കുറേ നേരം ട്രെയിനിലിരുന്ന് ബോറടിച്ച് എത്തുന്നുമില്ല. അങ്ങനെ ബോറടി ഞാൻ അവിടെ ഇരിക്കും. പിന്നെ ആൾക്കാർ എണീറ്റ് പോകുമ്പോൾ ഇവിടെ ഇരിക്കും. അങ്ങനെ സ്ഥലം മാറിയിരുന്ന സമയം എങ്ങനെയൊക്കെയോ നീക്കി. അങ്ങനെ ട്രെയിൻ ജേണി എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീടെത്തി. ഇന്നത് അടുത്ത ദിവസം രാവിലെ. എനിക്ക് ഇന്നലെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു മ്യൂസിക്കൽ വീഡിയോ റിലീസാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രസ് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോ എല്ലാം കഴിഞ്ഞ് ഞാൻ വീടെത്തി. അപ്പോൾ എൻ്റെ ഈ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. പിന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.